ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഞങ്ങൾ പോയിട്ടാ കേട്ടോ. ഇതുണ്ടോ മീൻ പോകുന്നുണ്ടോ? ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഏകദേശം 1000 കിലോമീറ്റർ കവർ ചെയ്തു. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നു, നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമാണ്. ജോണി, യാത്ര എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല രസമുള്ള സ്ഥലം, നല്ല തണുപ്പ്. ഇവിടെ ഏകദേശം 22 ഡിഗ്രിയാണ് കേട്ടോ. കേരളത്തിൽ നമ്മൾ മീൻ പിടിക്കാനായിട്ട് അരുണാചൽ പ്രദേശ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം കറക്റ്റ് 1000 കിലോമീറ്റർ ഓടി. നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തായിരുന്നു. നമ്മുടെ പെൻഡേറിനകത്ത് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഡിക്കിക്കകത്തുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ ഡിക്കിക്കകത്ത് ഇതുണ്ടോ. മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൂണ്ടയാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ഫിഷിംഗ് ചെയ്യാനായിട്ട് സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇടാൻ പാകത്തിന് ചൂണ്ട നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ 2 ടെൻ്റ് ഉണ്ട്. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അതുപോലെ ഇത് അർജുൻ്റെ ക്യാമറ ബാഗാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. നമ്മൾ 5 പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് നമ്മൾ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. വണ്ടിക്കകത്ത് നമ്മൾ മാക്സിമം സ്പേസ് ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഫുൾ പ്ലാൻ ഞാൻ പറയാം. പക്ഷേ അതിന് മുമ്പുണ്ടല്ലോ, ഇത് തന്നെ സംഭവം എന്നറിയാം. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഫുള്ള് ഇത് കറുത്ത പാട് കാണുന്നുണ്ടോ? അതായത് നമ്മൾ ഇന്നലെ രാത്രി വണ്ടി ഓടിച്ചപ്പോഴേക്ക് ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വന്നിട്ട് ഇടിച്ച് ചത്ത് കിടക്കുന്നതാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ളുണ്ട്. നമ്മൾ വണ്ടിക്കകത്തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം മേടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ഇത്രയും ലോങ് യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഡാഷ് ക്യാം മേടിച്ചിട്ടുണ്ട്. അതായത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KSRTC ആക്സിഡന്റ് നടന്നത് ശരിക്കും പറഞ്ഞാൽ ഡാഷ് ക്യാം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ സത്യം പുറത്ത് വന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാ വണ്ടിയിലും മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഡാഷ് ക്യാം. ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചാണ് കേട്ടോ. നമ്മളെല്ലാവരും പൈസ സേവിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അവസാനം നമ്മൾ എന്തെങ്കിലും സാധനം മേടിച്ച് നമ്മുടെ പൈസ തീർക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ എന്തെങ്കിലും ഷോപ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൈസയും കൂടെ സേവ് ചെയ്യും കേട്ടോ. അതിന്റെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആപ്ലിക്കേഷൻ ആണ് ക്യാഷ്കറോ. അതായത് നമ്മൾ ഷോപ്പ് ചെയ്യുകയും ചെയ്യും, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പൈസയും സേവ് ചെയ്യും. ക്യാഷ്കറോ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷൻ ആണ്. ഇതിനെ ഫണ്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ രത്തൻ ടാറ്റയാണ് കേട്ടോ. എടാ, നമ്മളിപ്പോൾ സാധാരണ ഫോണിൽ എത്ര ആപ്ലിക്കേഷൻ കാണും? ഇതെല്ലാത്തിനും പകരം ഉണ്ടല്ലോ നമുക്ക് ഒറ്റ ആപ്ലിക്കേഷൻ മതി, ക്യാഷ്കറോ. ഈ ഒരു ആപ്ലിക്കേഷനകത്തുണ്ടല്ലോ നമുക്ക് ഏകദേശം 1500 ഓൺലൈൻ വെബ്സൈറ്റുകൾക്കുള്ള പ്രോഡക്റ്റ് അവൈലബിൾ. അതായത് ആമസോൺ, മിന്ത്ര, അജിയോ, ഫ്ലിപ്കാർട്ട്, ബിഗ് ബസാർ, ഇതിനകത്ത് എല്ലാ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ സാധാരണ മേടിക്കുമ്പോഴേക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടും കൂപ്പൺ കാർഡും ഉണ്ടല്ലോ, അതിന്റെ പുറമെ 30% വരെ നമുക്ക് ക്യാഷ് ബാക്കും കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ഏൺ ചെയ്യുന്ന ഈ ഒരു ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ റിയൽ ക്യാഷ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആമസോൺ വൗച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ക്യാഷ് കാർഡ് ഉപയോഗിക്കുന്ന ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലോട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ കാണിക്കുന്ന ഫ്രീ 25 എന്ന് പറഞ്ഞ നമ്മുടെ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ 25 rupees ഇൻസ്റ്റന്റ് ബോണസ് കിട്ടുന്നതാണ് കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓറഞ്ച് ബട്ടൺ കണ്ടോ, ഈ ഒരു ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഷോപ്പ് ചെയ്യുന്നത് അതുപോലെ ഷോപ്പ് ചെയ്യുക. അതിനുശേഷം ഉണ്ടല്ലോ ഇതുണ്ടോ, നമ്മുടെ ചെക്ക് മൈ ഏർണിംഗ്സ് എന്നുള്ള സെക്ഷനിൽ പോകുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഈ ഒരു എമൗണ്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ വൗച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുകൂടാതെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഓൺലൈൻ മേടിക്കാൻ ഇരിപ്പുണ്ടായിരിക്കും. ആ ഒരു പ്രോഡക്റ്റ് ക്യാഷ് കുറേന്ന് മേടിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യരുത്. ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും 10 പേർക്ക് ആമസോണിന്റെ 500 rupees വൗച്ചറും കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ചെറുങ്ങൂച്ചി അതിനകത്ത് ഈ ഹൂടി ഇട്ടോണ്ടിരിക്കുന്നത്. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ദേഹത്തിട്ട് വേണമെങ്കിൽ സ്ഥലം പോകത്തില്ലല്ലോ, അതുകൊണ്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ. ചൂടെടുത്ത് പേർത്ത് രക്ഷയില്ല. അപ്പൊ മമ്മി ഇനി ഞങ്ങൾ പോയിട്ട് ഞാൻ കേട്ട് ഇതുണ്ടല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നിതിൻ അയച്ചു തന്ന വാച്ചാണ്. അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. നിതിൻ എനിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അല്ലേ, ഇത്ര മാറിയിട്ടില്ലല്ലോ. അതിനുശേഷം ഏറ്റവും കൂടുതൽ മാറിക്കുന്നത് ഇപ്രാവശ്യം. ഓക്കെ, പക്ഷെ ഇപ്രാവശ്യം പോകുമ്പോഴേക്കും ഞങ്ങള് മറ്റേ മീനിനെ പിടിച്ചോണ്ട് വരും. അതേത് മീനാണെന്ന് വീഡിയോക്കകത്ത് പുറകെ വരും കേട്ടോ. ഇല്ല കാര്യമൊന്നുമില്ല. അമ്മേ എന്നാ പോയിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും ഉമ്മ. ഇല്ല, വെള്ളത്തിൽ ഇറങ്ങുന്ന പരിപാടിയില്ല, ഒരിക്കലും ഇല്ല. മുമ്പേക്ക് പോയിട്ടും എന്നും വെള്ളത്തിൽ ഇറങ്ങില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങത്തില്ല, സ്പീഡിൽ വണ്ടി ഓടിക്കത്തില്ല, റാഷണൽ ആയിട്ട് വണ്ടി ഓടിക്കത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, കയറിക്കന്നാ ബാ. ഞാനാ വണ്ടി എടുക്കുന്നത് ഫസ്റ്റ്. ശോഭ ബൈ ബൈ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ശോഭയ്ക്ക് മനസ്സിലായി ഞങ്ങൾ എവിടെയോ പോവാണ്. അതുകൊണ്ട് പുള്ളിക്കാരിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ഞങ്ങളെ കണ്ടോണ്ട്. എടി ഞങ്ങൾ പോയിട്ട് വരാൻ കേട്ടോ ശോഭേ. അപ്പൊ ഇവിടെ എടുത്ത് അല്ലെങ്കിൽ കാര്യം ഇപ്പൊ നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫസ്റ്റ് ടേണിൽ ജെറിനാണ് പുറകെ കയറുന്നത്. ഒന്ന് ഉറങ്ങിക്കോട്ടോ. അപ്പൊ ജോബിൻ ഇവിടെ കയറുവാണ് കേട്ടോ.
ജോബനും അർജുനുമാണ് മിഡിൽ സീറ്റിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് വണ്ടിക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും വെള്ളം കുടിക്കണം എന്ന് മമ്മി ഓർപ്പിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര യാത്രയുണ്ട്, നമ്മൾ ചിലപ്പോൾ മറന്നു പോകും വെള്ളം കുടിക്കാനായിട്ട്. AC കൂടി ഇട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഒരാൾ വണ്ടിയെ ചാടി കയറാൻ വേണ്ടി എങ്ങോട്ടാ നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരാൾക്കും കൂടെയുള്ള സ്ഥലമില്ല. അല്ലെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു കേട്ടോ. ചോദിക്ക് മനസ്സിലായി കേട്ടോ അല്ലേ? വേറെ എവിടെ പോകാനായിട്ട് നമ്മളൊരു ചെറിയ സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഒരു സാധനം മേടിക്കാൻ പോകാൻ ഇറങ്ങുകയാണെങ്കിൽ അവൾ ഒരു പ്രശ്നവും ഇല്ല. ഇത് അവൾക്ക് കറക്റ്റ് അറിയാം എങ്ങോട്ടാ പോവാന്ന്. പോയിട്ട് വരാം കേട്ടോ. ടാറ്റാ, അമ്മി പോവാണേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ B നമ്മൾ റീസെറ്റ് ചെയ്യുവാണ്. അപ്പൊ രണ്ടും നമ്മൾ 0 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ പോയിട്ട് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുക. നമ്മുടെ വീടിനടുത്തുള്ളതിൽ 24 മണിക്കൂറുള്ള ഒരു പമ്പാണ് കേട്ടോ, ഇന്ത്യൻ ഓയിലിലെ. ഇതിന്റെ ഓണർ നമ്മുടെ ഫ്രണ്ടാണ്. ചേട്ടാ ഒരു ഫുൾ ടാങ്ക് ഡീസലേ. നമ്മൾ പെട്രോൾ അടിക്കാൻ നിർത്തിയപ്പോഴേക്ക് നമ്മുടെ 2 കുഞ്ഞ് അസ്ട്രേലിയൻസിനെ കണ്ടിട്ടുണ്ട്. മോന്റെ പേര് ആൻഡ്രൂ. താങ്ക് യു. അങ്ങനെയുണ്ടല്ലോ നമ്മൾ വണ്ടിക്ക് ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചു. ജെറിൻ പുറകിലാണ്. ജെറിൻ ഉറങ്ങാനുള്ള സമയമാണ്. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുമളി, കോട്ടയം കുമളി, കമ്പം, തേനി കൂടിയാണ് നമ്മൾ ചെന്നൈക്ക് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ഹോൾട്ട് എന്ന് പറഞ്ഞ ചെന്നൈയാണ് കേട്ടോ. ഞാൻ ഏകദേശം 366 കിലോമീറ്റർ ഓടിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തായിരുന്നു. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം 1200 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മുടെ സൈഡിലേക്കാണല്ലോ ഇതുണ്ടോ. എനിക്ക് തോന്നുന്നു കൃഷി സ്ഥലങ്ങളാണ് തോന്നുന്നുണ്ടോ. ഇതൊക്കെ എന്ത് കൃഷിയാണ്, ഒത്തിരി പൂവൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കട കണ്ടുപിടിക്കണം. ജോബനെ എടീക്ക് നമ്മളുണ്ടല്ലോ പയ്യെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുവാണ്. ഇപ്പോൾ രാവിലെ നല്ല അടിപൊളി മസാല ദോശ പറ്റുവാണെങ്കിൽ കഴിക്കുക. താങ്ക് യു. അങ്ങനെ നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട്. വിശന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ നമ്മൾ പോകുന്ന വഴിയിൽ കുറേ വഴിപണിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യാത്ര കുറച്ച് ഡിലേ ആയിരിക്കും. അങ്ങനെയുണ്ടല്ലോ നമ്മൾ ചായ കുടിച്ച്. മസാല ദോശ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മസാല ദോശയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത് എന്നാ പോടാ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ആൾക്കാർ പുറത്തിറങ്ങുന്നവർ ശ്രദ്ധിക്കുക. കാരണം ജോബിൻ വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം കുറച്ചു നേരം വെയിൽ കൊണ്ടാണ്. ഇത് സൂര്യാഘാതമായിട്ടാണ്. നീ അറിഞ്ഞായിരുന്നില്ലല്ലോ പൊള്ളി? അല്ല നീ അറിഞ്ഞില്ലല്ലോ പൊള്ളി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറുവാണ്. ജിനവാജിന്റെ ടേൺ തന്നെയാണ്. ജിനവാജിന് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിച്ചു? 200 കിലോമീറ്റർ ഓടിച്ചു. 200 കിലോമീറ്റർ ഓടിച്ചോ? അത്ര ആയല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു നമ്മുടെ വണ്ടി മോഡിഫൈഡ് ആണെന്ന്, വീൽസ് ഒക്കെ MVD പിടിക്കത്തില്ലേന്ന്. നിങ്ങൾ എത്ര നോക്കിയാൽ മതി കണ്ടോ, വീല് പുറത്തേക്ക് ഒട്ടും തള്ളി നിൽപ്പത്തില്ല. നിങ്ങൾക്ക് ഇത് വലുതായിട്ട് തോന്നുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഫുഡ് പഗ് എടുത്ത് മാറ്റി. അതുകൊണ്ട് തന്നെ വണ്ടി ലിഫ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നും. ഇവിടെ ഇത്രയും താഴ്ന്ന ഫുഡ് പഗ് വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന 80 ടയേഴ്സാണ്, ഓട്ടറൈൻ ടയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടയർ വലുതായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്നും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീറ്റും മാറി, ജോബൻ ഇങ്ങോട്ടേക്ക് മാറി, ജെറിൻ ഇവിടെ, അർജുൻ നേരെ പുറകിലേക്ക് പോയി. അർജുൻ ഇനി എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. ജിനോഷൻ തന്നെയാണ് വണ്ടി എടുക്കുന്നത്. ജെറിൻ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനിവിടെ അടച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല വെയിലായി കേട്ടോ, നല്ലതായിട്ട് നമുക്ക് ചൂട് അറിയുന്നില്ലെങ്കിലും നല്ല വെയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയി വണ്ടി? 548 കിലോമീറ്റർ ആയി. സമയം 9:40. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പയ്യെ ഹൈവേയിലോട്ട് കയറാം. ഹൈവേയിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട്, എന്നാലും വലിയ തിരക്കായി വരുന്നില്ല. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, നമ്മൾ ചെന്നൈ കവർ ചെയ്തിട്ട് ഒരു ഈവനിങ് സമയം ആകുമ്പോഴേക്കും നമ്മൾ എവിടെയെങ്കിലും ഫിഷിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മളിവിടെ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. In my veins, I've been driving this train. Years in this lane, there's no stopping this flame. Cause I came to the game and I changed it to play how I like, rearranged it to my own domain. Yeah, I got what it takes, made lots of mistakes, taking shots, skipping breaks, feeling lost, feeling great, popping. നമ്മളുണ്ടല്ലോ സമയം ഇപ്പോൾ ഏകദേശം കറക്റ്റ് 1 മണിയാവുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുകയാണ്. നമ്മൾ ചെന്നൈ ക്രോസ് ചെയ്തു കേട്ടോ. നമ്മൾ ആ ഒരു പുറകിൽ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാവേ. ഓൾ സെറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. സമയം 1 മണി ആയതേ ഉള്ളൂ. പക്ഷേ നമ്മൾ രാവിലെ കഴിച്ചൊരു കുഞ്ഞൊരു മസാല ദോശയായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ. അത് ഇവിടെ ഫ്രഷ് ബാർബിക്യൂ ഒക്കെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയെല്ലാം ലോക്ക് ചെയ്തിട്ടില്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ മെനു ഉണ്ട്. ചിക്കൻ 65 ബിരിയാണി, 1 ഫിഷ് കറി മീൽസ്, ഗ്രിൽ ചിക്കൻ ഹാഫ്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ്. എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരുന്നപ്പോഴേക്കും ആദ്യം ഫുഡ് വന്നിരിക്കുന്ന അർജുനാണ് കേട്ടോ. ഫിഷ് കറി മീൽസ്. എടാ എനിക്കൊരു ഇച്ചിരി കഴിച്ചു നോക്കണം അർജുനെ. എടാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോറില്ലേ? ചോറ് വരുമല്ലേ?
അയ്യോ എനിക്ക് ഇച്ചിരി കഴിച്ച് നോക്കണം. ഇത് അതാണ് മീൻ കറിയാണ്. നല്ല തീരുമാനമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന കറികൾ ഒരു ക്യാബേജ് കറിയാന്ന് തോന്നുന്നൊരു കറി വരുന്നുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, പരിപ്പുണ്ട്, ഒരു പായസമുണ്ട്. അർജുൻ്റെ ഫിഷ് കറി മീൽസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫിഷ് കറി മീൽസ്. എടാ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന്. അർജുനാണെങ്കിൽ ഒരു ഇച്ചിരി മീൻചാറ് ഒഴിച്ചിട്ടുണ്ട്, ഒരു ഇച്ചിരി മോരും കൂടെ മിക്സ് ചെയ്ത്, മീനും തൈരും മിക്സ് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. ഞാൻ ഇച്ചിരി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ചാണ് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുണ്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കറക്റ്റ് 10 മണിക്കൂറാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ സമയം 1:47 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 11 മണി 12 മണിക്ക് നമ്മൾ സ്ഥലത്തെത്തണം. ഒരു 3 മണി 4 മണി വെയിലെല്ലാം മാറി കഴിയുമ്പോഴേക്കും ചൂണ്ടിയിടാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കുക കേട്ടോ. ഡ്രൈവർ ജോബിൻ ചൂണ്ടിടാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണം കേട്ടോ. ജെറിന് സൈഡിലായിരിക്കും. അർജുനെ എല്ലാവരും ചൂണ്ടിടാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കുക. മാപ്പൊക്കെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലേക്കും കുളങ്ങളും പുഴകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. വരുന്ന വഴിക്കാണ് നമ്മൾ കുറേ ആട്ടിൻകുട്ടികളെ കണ്ടത്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറയാൻ ഹൈവേ ഇങ്ങോട്ടേക്ക് മാറി. കാര്യം നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇടത്ത് സൈഡിൽ നെല്ല് വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളാണ് കേട്ടോ. നമ്മൾ ആന്ധ്രാപ്രദേശിൽ കയറി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുറേ പുഴകൾ ഒഴുകുന്നുണ്ട്. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സ്നേക്ക് ഹെഡോ വരാലോ ചെറുമീനൊക്കെ കാണാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓഫറോടൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാൽ ശരിക്കും നമ്മൾ ആ ഫുഡൊക്കെ എടുത്ത് കളഞ്ഞ് ഒത്തിരി നന്നായി കേട്ടോ. കാര്യം കുഞ്ഞൊരു ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് തട്ടാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ വണ്ടി പയ്യോടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. മീൻ പിടിക്കാനായിട്ട് നമ്മൾ ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം. മീൻ കിട്ടുമോ ഇല്ലോ എന്ന് അറിയാനായിട്ട്. ഫൈനലി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വണ്ടികളൊന്നും വരുന്ന സ്ഥലമല്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് വളരെ സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. അതുപോലെ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ നല്ല വെയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ട് ഇറങ്ങുന്നുള്ളൂ. ഞാൻ സ്ഥലം നിങ്ങളെന്ന് കാണിച്ചു തരാവേ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതുണ്ടോ, നമ്മുടെ റൈറ്റ് സൈഡിൽ വലിയ നെല്ല് വെച്ചിരിക്കും. ഞാൻ സ്ഥലം നിങ്ങളെന്ന് കാണിച്ചു തരാവേ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതുണ്ടോ, നമ്മുടെ റൈറ്റ് സൈഡിൽ വലിയ നെല്ല് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നിടത്ത് ചെറിയ ഇതുണ്ടോ, മീനുണ്ട്. ഇതുണ്ടോ, മീൻ പോകുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന മീൻ കയറി നിൽക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. മീൻ ഉണ്ടാവില്ല നമുക്കറിയത്തില്ല. അവിടെ എന്തെങ്കിലും ബണ്ണോ ബ്രെഡ് എന്തെങ്കിലും ഉണ്ടോ? ഓണ്ട അത് ഫുള്ള് മീൻ. ബിസ്ക്കറ്റ് ഒന്ന് കുഴച്ചിട്ടിട്ട് നോക്കിയാലോ. കാര്യം ഇതിനകത്ത് ഇഷ്ടംപോലെ കരിമീനെ കാണുന്നുണ്ട്. നമ്മൾ പോളറൈസ്ഡ് ഗ്ലാസ് വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് വെള്ളത്തിനടിയിലുള്ള മീനെ കാണാനായിട്ട് പറ്റും. ഒത്തിരി നടക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ. എനിക്ക് കാണാൻ പറ്റത്തില്ല. എനിക്ക് നോർമലായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല. ഒരു കരിമീൻ പിടിച്ച് ഫ്രഷ് ആയിട്ട് വറുത്ത് ഇഷ്ടപ്പെടാതിരിക്കുമോ? നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ജിനോച്ചാച്ചൻ ആ ഒരു ഗ്യാപ്പിൽ ബിസ്ക്കറ്റ് കുഴയ്ക്കാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം ചെയ്യാം, ബിസ്ക്കറ്റ് എത്തി. നമുക്ക് വേറെ തീറ്റ നമ്മുടെ കയ്യിലില്ല കേട്ടോ. നമ്മൾ എന്തൊരാവശ്യം വന്നാലും ഏറ്റവും ആദ്യമേ എടുക്കേണ്ട രീതിയിലാണ് നമ്മുടെ ചൂണ്ട വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, മീൻ കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നേക്ക് ഹെഡ് ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. കരിമീൻ ഉള്ള സ്ഥിതിക്ക് മീനില്ല എന്ന് പറയാതിരിക്കാനും പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ഞാൻ പയ്യെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. എടാ മീൻ പോയി വിടുന്നു. എൻ്റെ ഈ കാലിൻ്റെ ചോട്ടിൽ നിന്ന് മീൻ പോയി. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഗ്യാപ്പിൽ നമ്മൾ ജസ്റ്റ് അതിനകത്തേക്ക് ഒന്ന് ഇടുകയാണ് കേട്ടോ. അതിനകത്ത് എവിടെയെങ്കിലും ചെറുമീൻ ഉണ്ടെങ്കിൽ ഇറങ്ങി വന്ന് അടിക്കണം. നമ്മൾ കുറേ അവിടെ ഇവിടെയൊക്കെ കാസ്റ്റ് ചെയ്തു കേട്ടോ, മീനൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ചെറിയൊരു വഴി അല്ലടാ, പാലക്കാട് അല്ലേ? പാലക്കാടൊക്കെ പോലെ നല്ല രസമുള്ള. നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, നടുക്ക് ഒത്തിരി പനകളുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ കുഞ്ഞു കുഞ്ഞു ചാലുകൾ വെട്ടിയിട്ട് അതെല്ലാം വെള്ളമുണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഫ്രോഗയിൽ മീൻ അടിക്കത്തില്ല. നമ്മളെന്താണെങ്കിലും മീനെ കണ്ടു. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ബിസ്ക്കറ്റ് കുഴച്ചിട്ട് നോക്കിയാലോ. ഇത് കണ്ടാണേ, അതാണ് നമ്മുടെ പൊങ്ങ്. അയ്യോ ആണ് മീൻ. ഓ മൈ ഗോഡ്, നിപ്പുണ്ട് ജിനോച്ചാ. പിടിക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ഡ്രാഗിൻ്റെ ടീഷർട്ട് നമ്മുടെ ഈ ഒരു ട്രിപ്പിനകത്ത് ഫുൾ ജെറിങ്കോശി ഇട്ടേക്ക് നമ്മുടെ ഫുൾ ഡ്രാഗിൻ്റെ ടീഷർട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത എൻ്റെ ചാൻസ് ആണ്. ഞാൻ വളരെ ചെറിയ ഒരു തീറ്റാണ് വെച്ചിരിക്കുന്നത്. ഓ എൻ്റെ ദൈവമേ, ഇല്ല പരല്. അയ്യോടാ, ഇത് കണ്ടോ, ഇവന്മാരാണോ ഈ കിടന്ന് കൊത്തുന്നേ? ഇത് കണ്ടോ, ഞാൻ മീൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരാവേ. പരല് ചൊവ്വാലിയല്ല, ഒരു ഇതുണ്ടോ ഇവിടെ ചെറിയൊരു ചോപ്പറൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ചെറിയ ഈ താഴത്തെ വാലിനൊക്കെ ചെറിയൊരു ചോപ്പറുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഞാനിവനെ അധികം വേദനിപ്പിക്കുന്നില്ല. എടാ നീ അറിയാതെ ഒന്ന് പിടിച്ചതാണെന്ന് എനിക്കറിയാം. ഓക്കോ, ഫസ്റ്റ് മീൻ. യെസ്, മീനിൻ്റെ വലുപ്പത്തിലല്ല കാര്യം. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പുണ്ടല്ലോ
അവിടെ ഈ പറഞ്ഞ പോലെ കുറേ മീനെ കണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ പോയി ചൂണ്ടയിട്ട് നോക്കാം. വെയിൽ കുറഞ്ഞ് വരുന്നുണ്ട്, പക്ഷേ എന്നാലും നല്ല ചൂടുണ്ട്. ഇവിടെ ആകുമ്പോഴേക്ക് അത്യാവശ്യം താഴ്ചയുണ്ടെന്ന് തോന്നി. ഞാൻ കുറച്ച് താഴ്ച കൂട്ടിയിട്ടുണ്ട്. കല്ലടാ അടിപൊളി. നമ്മൾ ഈ പൊങ്ങി നിൽക്കുന്നത് കണ്ടത് മൊത്തം നമ്മുടെ നാട്ടിലെ കല്ലട എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഇതിന് ഒരു 15 എണ്ണത്തെ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വറക്കാനായിട്ട് പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനാണ്. ഇതുണ്ടോ, നമ്മുടെ ഇവിടുത്തെ പോലത്തെ സെയിം ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ആന്ധ്രാപ്രദേശിൽ വന്നിട്ട് നമ്മൾ കല്ലട പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അത് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ സാധാരണ അരാപ്പമിക്ക് തീറ്റ കൊടുക്കുന്ന ഒരു മീനാണ് ഈ കാണുന്ന കല്ലട. ഇതുണ്ടോ, ഒരു കാര്യം ചെയ്യും, തിരിച്ചു വിട്ടാക്കാം അല്ലേ? കാര്യം നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മീനിനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഒരു വലിയ സിലോപ്പിയോ ഒരു അതിനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അതാകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് വെട്ടി ഓൺ സ്പോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവൻ നീ രക്ഷപ്പെട്ടോ കേട്ടോ, നീ പൊക്കോ, അടിപൊളി. അപ്പോൾ നമുക്കൊരു വലിയ തിലാപ്പി കിട്ടും, നോക്കാവേ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമ്മളിവിടുന്ന് പയ്യെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഫിഷിംഗ് സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിർത്തുകയല്ലേടാ. പക്ഷേ ഈ സ്ഥലം അടിപൊളിയല്ലേ. ഇവിടെ മാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോമീറ്ററിൽ ഹോട്ടൽ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചാണ് പോണേ. ഈ സ്ഥലത്തിൻ്റെ പേര് ഓങ്കോളെ എന്നാണ് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര്. പ്രൊണൗൺസിയേഷൻ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ സ്ട്രേറ്റ് പോകുമ്പോഴേക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഹോട്ടൽ വരുന്നത്. ഇവിടുത്തെ ലൈഫൊക്കെ പഴയപടിയായി കേട്ടോ. മാസ്ക് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, മാസ്ക് വെക്കാത്ത ആൾക്കാരാണ് റോഡിൽ കൂടുതലും. മാസ്ക് ഇവിടെ കമ്പൽസറി അല്ല. നമ്മൾ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങിയാൽ ആരും വന്നിട്ട് മാസ്ക് വെക്കാൻ പറ്റത്തില്ല. കാര്യം ഈ പറയാൻ വരുന്ന ആൾക്കാർ മാസ്ക് വെച്ചിട്ടില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ വഴി കൂടെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഹോട്ടലാണ്. നമുക്ക് മെയിനായിട്ടുള്ളത് വണ്ടി സേഫ് ആയിട്ട് ഇടണം. അതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് കണ്ടിട്ട് ഇവിടെയൊക്കെ ഒത്തിരി ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. ശ്രീകന്യ, ഓക്കെ, ഹോട്ടൽ ശ്രീകന്യ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഇവിടെ അടുത്തൊക്കെ വേറെ ലോഡ്ജൊക്കെ ഉണ്ട്. നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ അടുത്തടുത്ത് പോകാൻ കേട്ടോ. നമുക്ക് വണ്ടി പാർക്കിങ് മാക്സിമം. അപ്പോൾ ജെറിൻ പയ്യെ ഇറങ്ങിപ്പോയി ചോദിച്ചിട്ട് വരും കേട്ടോ. ജെറിൻ ഇറങ്ങിപ്പോയി ചോദിച്ചിട്ട് വന്നതിന് ശേഷം വേണം നമുക്ക് പോകാനായിട്ട്. ജെറിൻ പോകുന്നു. നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 8 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് വിചാരിച്ച് ഇന്ന് ഇച്ചിരി നേരത്തെ റൂം എടുത്ത് നമ്മൾ സെറ്റിലായിട്ടൊന്ന് ഉറങ്ങി എണീക്കുവാണെങ്കിൽ നാളെ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങാം. നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ഫൈനലൈസ് ചെയ്തു കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന പുറകിലാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പെൻഡേർ നമുക്ക് സാധനമൊക്കെ എടുക്കണം. സാധനമൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്ത് കഴിക്കാൻ കിട്ടുമെന്നാണ് നോക്കട്ടെ. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കഴിച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പമ്പിൻ്റെ ഓണറാണ് കേട്ടോ. ചേട്ടൻ ഇത് തന്നെയൊക്കെ ഞങ്ങൾ പോയേക്കുവാ. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു. ഇന്ന് രാത്രി സ്റ്റാർട്ട് ചെയ്തു. നാളെ ചെന്നൈയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, മാക്സിമം നോക്കട്ടെ. ഓക്കെ, ശരി, അപ്പോൾ കാണാം. ശരി, കവർ കിട്ടണം കേട്ടോ. കാരണം വലിയ സൂര്യാഘാതം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മറക്കേണ്ട ക്യാഷ് കറോ എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഇൻ ഓൾ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അതായത് ഒറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാ പ്രോഡക്റ്റും മേടിക്കാനായിട്ട് വരും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അത് നമ്മൾ എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ചെയ്യുന്ന സമയത്ത് ഫ്രീ 25 നമ്മുടെ കോഡ് എൻ്റർ ചെയ്യുക. 25 റുപ്പീസ് ഇൻസ്റ്റന്റ് ബോണസ് കിട്ടുന്നതാണ് കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കുക, നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾ ഏൺ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ റെസൊല്യൂഷൻ എടുക്കുക. നമ്മൾ ഇനി എന്തെങ്കിലും ഒരു കാര്യം ഓൺലൈനായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉറപ്പായിട്ടും ക്യാഷ് ബാക്കും മേടിക്കും കേട്ടോ. അവിടെ കാണിച്ചാൽ മതി.